ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഇട്ട് വന്നത് കേട്ടോ. നല്ല അടിപൊളി ചോറാണ്, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോറ് കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ പരിപാടിക്ക് പോയാലും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്നൊക്കെ അധികം വീടുകളിലും ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അതെന്താ ഒറ്റയ്ക്ക് വെക്കുന്നത്, ഇതുവരെ ഇത് വെച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു 3 സവാള, അത്യാവശ്യം വലുപ്പമുള്ള സവാള, അത് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അതേപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീരെ നൈസല്ല. അതേപോലെ തന്നെ 3 തക്കാളി, പിന്നെ ഇത് നമുക്ക് ചോറ് വെക്കാൻ ഉള്ളിയാണ്, അവിടെ മാറ്റി വെച്ചതാണ്. പിന്നെ 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി അല്ലിയുണ്ട്. പിന്നെ ഇത് അരിയാണ് കേട്ടോ. ഞാൻ ബസുമതി റൈസ് അല്ല, നമ്മളെ കൈമ റൈസ് ഇല്ല, അത് വെച്ച് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പേസ്റ്റാക്കി വരും. നന്നായിട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ, എന്നാലും അത്യാവശ്യം ഇതായി വരണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരനുസരിച്ച് ഞാൻ തീരെ എരിവ് കുറച്ചാണ് വെക്കുന്നത് കേട്ടോ. തീരെ അല്ല, ഒരു പാകത്തിനുള്ള എരിവേ ഉള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 കിലോ അരിയും 1 കിലോ ബീഫും വെച്ചാൽ ചെയ്യുന്നത്. 1.5 കിലോ ഫുൾ അരിയില്ല കേട്ടോ, കുറച്ച് കുറവുണ്ട് അതിന്. അപ്പോൾ നമുക്ക് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഞാൻ എടുത്തത്. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒന്ന് വാടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല റെഡിയായി വന്നിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇതില്ല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയൊക്കെ നന്നായിട്ട് ഇതിനെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതൊന്ന് ഏകദേശം ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞിട്ട് തക്കാളി ഇല്ല, അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ എണ്ണ വഴറ്റുമ്പോഴൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന സാധനത്തിനൊക്കെ. അതിലേക്ക് ആവശ്യത്തിന് എത്ര വേണ്ട വെച്ചാൽ അത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കൂടുതൽ വെക്കുന്നവർക്ക് ഇതിൻ്റെ സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. തക്കാളി ആയാലും ഉള്ളി ആയാലും ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. എരിവും അതേപോലെ തന്നെ. ഞാൻ പിന്നെ ഇതിൽ മുളക് പൊടി തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി ആവശ്യമുള്ളവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പച്ചമുളകിൻ്റെ എരിവും പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എരിവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് 3 സ്പൂണ് മല്ലിപ്പൊടി, വലിയ സ്പൂണ് 3 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല ഒരു ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി കേട്ടോ കുറച്ച് മുമ്പിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഗരം മസാല 1 ടീസ്പൂണ്. ഗരം മസാല ഇല്ലാത്തതിൽ ബീഫ് മസാല എടുത്താൽ മതി കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ എടുക്കാം. നേരത്തെ ഞാൻ കഴുകി വെച്ച ബീഫ് ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബീഫ് ആദ്യം വെക്കുന്നത് എന്താ പറയുക, നമ്മൾ ബീഫ് ആദ്യം വെച്ചാലാണ് ഇതിൻ്റെ ബീഫിൽ വെള്ളം ഉണ്ടാവില്ല, അതും കൂടെ നമുക്ക് ചോറിലേക്ക് കൂട്ടി വയ്ക്കാനാണ്. ഇത് നന്നായിട്ടൊന്ന് തീയ ഹൈ ഫ്ലെയിമിലാക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ചെറിയ കുക്കറിലാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുക്കുക. ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകുന്ന പിടിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്ഷേ വെള്ളം കൂടിപ്പോയാലും പേടിക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ചോറിലേക്ക് പിന്നെയുള്ള വെള്ളത്തിൻ്റെ അളവ് ഇതും കൂടെ കൂട്ടി മിക്സാക്കി ഒഴിച്ചാൽ മതി. അപ്പം ഒരു 3 വിസിൽ വന്നതിന് ശേഷം വെന്തിട്ടുണ്ട്. നമുക്കത് കുക്കർ മാറ്റി വെക്കാം. ഇപ്പോൾ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അല്ല, വെള്ളം കുറച്ചല്ല വെച്ച് നോക്കി, ഇത്രയും വെള്ളമുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഇല്ലാതെ വെക്കുകയാണെങ്കിലും ബീഫല്ലേ പെട്ടെന്ന് ഇങ്ങനെ കുക്കറിലൊക്കെ വെക്കുന്നുണ്ട്, പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെ ഒരിക്കലും വെള്ളം കുറച്ച് ഉണ്ടാവും നല്ലതാണ്, പക്ഷേ ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിന് കേട്ടോ. ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ മിക്സിങ്ങൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാൻ ആ പാത്രത്തിനാണ് അരി എടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ഞാൻ നേരത്തെ ഇടാൻ മറന്നു പോയതാണ്.
മല്ലിച്ചപ്പ് പെട്ടെന്ന് പോകുമല്ലോ, എന്നാൽ സാരമില്ല. ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് മല്ലിച്ചപ്പ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചോറ് വെക്കാനുള്ളൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. 1-2 സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കട്ടെ. ബാക്കി ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നു കേട്ടോ. അതേ അളവിൽ തന്നെ നെയ്യ് എടുത്ത് അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം എണ്ണ എടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ചിക്കനിൽ അവിടെ നെയ്യുള്ളതാണല്ലോ. അതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ 3-4 കഷ്ണം പട്ട, 3 ഏലക്ക, അതേപോലെ ഇത് ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, അതും കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ആവശ്യം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ വെള്ളം ഊറ്റി വെച്ചില്ലേ, അപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഞാൻ ഒരു വലിയ പാത്രമാണ് അളന്നെടുത്തത്. അതിന് 2 കപ്പിലൊരു 2 കപ്പ് ഫുള്ള് എടുത്തില്ല കേട്ടോ. ഒരു കപ്പും 1 കപ്പ് നിറയും, പിന്നെ 3/4 കപ്പും കൂടെ വെള്ളം എടുത്തത്. അപ്പോൾ ബീഫ് വേവിപ്പിച്ച വെള്ളം കൂടി ഞാൻ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബീഫൊക്കെ വേവിപ്പിച്ച വെള്ളത്തിൽ വെക്കുമ്പോൾ ഇറച്ചിച്ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടച്ചു വെച്ചെടുക്കണം, തിളച്ച് വരട്ടെ. ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് തിളച്ച് വന്നത്. ഇത് വലിയ പാത്രം കേട്ടോ. അത് ശരിക്കും 4 കിലോനോളം വെക്കാൻ പറ്റിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത്. കണ്ട് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കുഴിയുള്ള ചെമ്പാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മുളക് പൊടി ഒഴിവാക്കിയതാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളകിൻ്റെ അളവോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്താ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സാക്കി ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളം വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു വേഗം പെട്ടെന്ന് എന്താ പറയുക, ചോറിൽ വെള്ളമൊക്കെ വറ്റി ഫുള്ള് വേവതിട്ട് ഇത് നമ്മൾ ബീഫ് ഇടുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളം വേണം. എന്നിട്ട് ഞാൻ എന്താ പറയുക, നമ്മൾ വേവിപ്പിച്ച് മരിച്ച ബീഫിലായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ എന്താ പറയുക ഇളക്കിയിട്ട് തീ കുറച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും ആവി കൊണ്ടൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കരിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പുതിനച്ചപ്പും കൂടെ വേണം കേട്ടോ. എൻ്റെ തീ കുറച്ചല്ലായിരുന്നു. പുതിനയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ചോറ് നന്നായിട്ട് ഒട്ടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല എന്താ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ എരിവും മസാലയൊക്കെ കുറച്ചിട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അധികം കളറില്ലാത്തത്. അപ്പോൾ എരിവും മസാലയൊക്കെ അധികം വേണ്ടവർക്ക്, മല്ലിപ്പൊടി ആയാലും അധികം വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.